കൊച്ചിൻ കോർപ്പറേഷനിലെ വനിതാ കൌൺസിലർക്കെതിരായ ഗുരുതര ആരോപണമാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. കൈക്കൂലിയായി വൻതുക ആവശ്യപ്പെട്ട് കൌൺസിലർ സുനിത ഡിക്സൺ ഇത് നൽകാത്തതിനെ തുടർന്ന് ഹോട്ടൽ പൂട്ടിക്കാൻ ശ്രമിച്ചുവെന്ന പരാതി. എറണാകുളം വൈറ്റിലിയിലെ ഹോട്ടലിന് സമീപത്തെ കാന വൃത്തിയാക്കുന്നത് സംബന്ധിച്ച തർക്കത്തിനിടെ കൌൺസിലർ ഹോട്ടൽ ജീവനക്കാരിയുടെ മുഖത്തടിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ഇതിൽ കൌൺസിലർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സുനിത ഡിക്സൺ. അല്ല ചെയ്യണത് കേട്ടോ. നിങ്ങൾ ശരിക്കും ഞങ്ങളുടെ എംഡിയോട് തീർക്കണത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളെക്കാളും കൂടുതൽ താമസിച്ച ആൾക്കാരാണ് എന്താന്നോ? എറണാകുളം വൈറ്റിലയിൽ കഴിഞ്ഞ ദിവസമാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. വൈറ്റില ജംഗ്ഷനിലുള്ള ഹോട്ടലിന് സമീപത്തെ കാന വൃത്തിയാക്കാനെത്തിയ കൌൺസിലറും നടപടികൾ എന്തിനെന്ന് ചോദിച്ച ഹോട്ടൽ ജീവനക്കാരും തമ്മിലുള്ള തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. രംഗങ്ങൾ ചിത്രീകരിച്ച ഹോട്ടൽ ജീവനക്കാരിയുടെ കൈ കൌൺസിലർ പിടിച്ച് തിരിച്ചുവെന്നും വിരലൊടിഞ്ഞുവെന്നും പരാതിയുണ്ട്. ഞങ്ങളെല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു എടുക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ എൻ്റെ ഫോണിൽ എടുക്കണേ എന്നെ എടി ബോഡി വിളിച്ചിട്ടുണ്ട്. ഒരു കൗൺസിലർ വിളിക്കേണ്ട ചോദ്യമാണോ എടി ബോഡി ഒന്നും? അതൊന്നും ഒരിക്കലും ഇതിൽ പെട്ടതല്ലല്ലോ. അപ്പം ഈ പറഞ്ഞു മാഡം നിങ്ങളൊരു കൗൺസിലറല്ല, റെസ്പെക്റ്റോട് വിളിക്കാറോ, നീ ഏതടി, എനിക്ക് ഇവിടുത്തെ മാനേജറോട് സംസാരിച്ചാൽ മതിയായിരുന്നു. അപ്പം ഈ മാനേജറോടല്ല ഓണറോടല്ല ഞങ്ങളവിടെ സംസാരിക്കേണ്ടത്, ഞങ്ങൾ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ പകർത്തിയത്. ആ പകർത്തിനടിയിൽ എൻ്റെ മോന്തൊക്കെ ഒരൊറ്റ അടി അടിച്ചിട്ടുണ്ട്. എന്നെ അടിച്ചിട്ടുണ്ട്, എൻ്റെ ഫോൺ താഴെ വീണു, എൻ്റെ കൈ വെച്ചിട്ടുണ്ട്. എനിക്കെൻ്റെ കൈ കൊണ്ട് തീരെ വയ്യാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. കൌൺസിലർ സുനിത ഡിക്സണെതിരെയും ഹോട്ടൽ ജീവനക്കാർ ഗുരുതര ആരോപണമാണ് ഉയർത്തുന്നത്. പലതവണയായി ഇവിടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നും വലിയൊരു തുക ചോദിച്ചപ്പോൾ നൽകാത്തതുകൊണ്ടാണ് ഇപ്പോൾ കാനയുടെ പ്രശ്നം പറഞ്ഞ് ഹോട്ടൽ പൂട്ടിക്കാനെത്തുന്നതെന്നും ഇവർ പറയുന്നു. ഇടക്കിടക്കിടക്ക് വന്ന് പിരിവ്, ആദ്യമൊക്കെ പിരിവ് കൊടുക്കുമ്പോഴത്തേക്ക് കുഴപ്പമുണ്ടായില്ല. പിന്നെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും പോരായികയത് പോരായിക്കഴിഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് പോയിട്ട് അത് ഭീഷണിപ്പെടുത്തലായി. ഈ ഒരു 4 മാസം മുമ്പ്, അതായത് നമ്മുടെ ബാക്കിലൊരു നമ്മുടെ പറമ്പിൽ 24 സെന്റ് സ്ഥലമാണ് നമ്മുടേത്. ആ സ്ഥലത്താണ് നമ്മുടെ ബിൽഡിംഗ് ചെയ്യുന്നത്. വയലേഷനൊന്നും ഇല്ലാണ്ട് കോർപ്പറേഷൻ തന്ന പെർമിറ്റ് തന്നു വെച്ചാൽ നമ്മൾ പണിതത്തിലും നമ്മുടെ പറമ്പിലാണ് ഈ കാണ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിടക്ക് സൈഡിൽ നിന്ന് ഒരു കാണ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കോർപ്പറേഷൻ്റെ. അപ്പോൾ അവർ ജനങ്ങളെ പറഞ്ഞേക്കണത് ഈ കാണ നമ്മുടെ കണക്കിട്ട് കണക്ട് ചെയ്ത് തരാം, അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ വൈദ്യുതി ജംഗ്ഷനിലേക്ക് പോരാം എന്നും പറഞ്ഞാണ് ഞാൻ ജയിച്ചേക്കണത്. അപ്പോൾ ഞങ്ങൾക്ക് വഴി തരാൻ പറ്റുന്നതാണ്. നമ്മുടെ പുറപ്പെട്ടു കൂടി നടക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞത് എൻ്റെ രാഷ്ട്രീയ ഭാവി പോകും, അതുകൊണ്ട് എനിക്കൊരു 15 ലക്ഷം രൂപ വേണം, ഞാനൊന്നും ഉണ്ടാവില്ല. പിന്നെ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കണേ, ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും, അത് എന്തെങ്കിലും കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു പ്രശ്നമായിട്ട് വരും, എന്തെങ്കിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് പറയും ഇപ്രാവശ്യം പോട്ടർ അത് കൊടുത്തേക്കാം, പൈസ കൊടുത്തേക്കാം, അങ്ങനെ പുള്ളി കൊടുക്കുകയും ചെയ്യും. എന്നാൽ കൌൺസിലർ സുനിത ഡിക്സൺ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും ആരോപണങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ പരാതി നൽകട്ടെ എന്നും അവർ പറയുന്നു. ഞാൻ ലക്ഷങ്ങൾ മേടിക്കണമെങ്കിൽ അവർ തെളിയിച്ചോട്ടെ, അത് അവരുടെ ഉത്തരവാദിത്തം. എനിക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തും പറയാം. ഇപ്പൊ അവര് തല്ലിയെന്നാണോ പറഞ്ഞു, അതേപോലെ ഇതും അവര് ഇതുണ്ടെങ്കിൽ തെളിവോടുകൂടി കോടതിയിൽ കാണിച്ചോട്ടെ, എവിടെയാന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, എനിക്ക് അതിൽ പ്രശ്നമില്ല. RSPB അംഗമായ സുനിത ഡിക്സൺ കൌൺസിലിൽ UDFന്റെ ഭാഗമാണെങ്കിലും ധാരണയനുസരിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നില്ല. വിപ്പ് ലംഘനം ചൂണ്ടിക്കാട്ടി UDF തന്നെ കോടതി കയറിയപ്പോഴാണ് ഇവർ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തന്നെ തയ്യാറായത്. അതുകൊണ്ടുതന്നെ ഇപ്പോഴുള്ള സംഭവത്തിൽ ഇവരെ UDF പിന്തുണയ്ക്കുന്നില്ല എന്നാണ് വിവരം. News 18 കൊച്ചി.